ഹായ് ഹലോ. ഇന്ന് നമ്മൾ വളരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. വായിൽ കപ്പലോടുന്ന നമ്മളൊക്കെ മലബാർ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ മിക്കവാറും ചെറിയ ഷോപ്പുകളിലൊക്കെ കാണാനായിട്ട് പറ്റും. ചില്ലിട്ട ഭരണിയിൽ ഇതുപോലുള്ള പിക്കിളുകൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രൂട്ട്സ് ഉപയോഗിച്ചും അതുപോലെ നമുക്ക് വെജിറ്റബിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് രീതിയിൽ പിക്കിൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഈ പിക്കിൾ നമുക്ക് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ തയ്യാറാക്കിയ പിക്കിൾ നിങ്ങൾക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റ്, ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ എരിവൊക്കെയുള്ള പിക്കിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലും ഈ അച്ചാർ പൂത്തു പോകാതിരിക്കുന്ന ഒരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വായിൽ കൊതിയൂറുന്ന കപ്പലോടിക്കാൻ പറ്റുന്ന ഈ ഒരു ഉപ്പിലിട്ടത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങയാണ്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. വെള്ളമയം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ, പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെല്ലിക്ക കൂടി എടുത്തിട്ടുണ്ട്. ഈ ഉപ്പിലിട്ടത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒട്ടുമിക്ക വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വെജിറ്റബിൾസിൻ്റെയൊക്കെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഉപ്പിലിട്ടത് വീട്ടിൽ തയ്യാറാക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പൂത്തു പോകാറുണ്ട്. അപ്പം പൂത്തു പോകാതിരിക്കാനായിട്ട് ഒരു കിടിലൻ ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അച്ചാറിനായിട്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും മാങ്ങയും കുക്കുംബറും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്ക കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. നെല്ലിക്ക ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 1-2 വരകൾ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ഉപ്പും പുളിയും എരിവും ഒക്കെ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന നെല്ലിക്ക ഉപ്പിലിട്ടത് മാത്രം മതി നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ ആ നെല്ലിക്ക ഉപയോഗിച്ചിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. നമ്മൾ ഉപ്പിലിട്ടത് തയ്യാറാക്കുന്നത് ഇതുപോലെയുള്ള ചില്ലിൻ്റെ ഭരണിയിലായിരിക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഈ ഭരണിയിലേക്ക് ഇങ്ങനെയൊന്ന് നിറച്ച് കൊടുക്കാം. മലബാർ സൈഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള ചില്ലിൻ്റെ ഭരണികളിൽ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഈ രീതിയിലുള്ള അച്ചാറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അവർ ഒരുപാട് പ്രിസർവേറ്റീവ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള അച്ചാറുകൾ തയ്യാറാക്കി വെക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഒട്ടും പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ഇങ്ങനെയുള്ള അച്ചാറുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഭരണിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാന്താരിമുളക് ചതച്ചെടുത്തതാണ്. നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്ന ടൈമിൽ കാന്താരിമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കാന്താരിമുളക് എല്ലാ ചില്ലിൻ്റെ ഭരണിയിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിമുളകാണ്. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാർ കഴിക്കുന്ന ടൈമിൽ ഈ മുളക് കൂടി ഒന്ന് കടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ടൈമിൽ ഈ ഒരു മുളക് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ചോറിനായാലും അതുപോലെ തന്നെ കഞ്ഞിക്കായാലും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ മുളകും ഒക്കെ ഭരണിക്കുള്ളിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെള്ളം വേണം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉപ്പ് നല്ലതുപോലെ ആ വെള്ളത്തിലൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിലിട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ചൂടാക്കി എടുക്കണം. വിനാഗിരി നമ്മൾ ഈ ഒരു രീതിയിൽ ചൂടാക്കിയിട്ട് ഉപ്പിലിട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉപ്പിലിട്ടത് കുറേ നാൾ നമുക്ക് പൂക്കാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് ആ ടിപ്പ് കേട്ടോ, നമ്മൾ ഉപ്പിലിട്ടത് പൂക്കാതിരിക്കാനായിട്ടുള്ളത്.
വിനാഗിരി മാത്രമാണ് നമ്മളിവിടെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ അവർ പൂക്കാതിരിക്കാനും പെട്ടെന്ന് അച്ചാർ റെഡിയായി കിട്ടാനും ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള യാതൊരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മുടെ വിനാഗിരി ഇതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വിനാഗിരിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ വെള്ളവും ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളവും വിനാഗിരിയും നമ്മൾ ഭരണിയിലേക്ക് നിറച്ച് കൊടുക്കേണ്ടത് 1/4 ഭാഗത്തോളം വെള്ളവും 1/4 ഭാഗത്തോളം വിനാഗിരിയുമാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു പുളിപ്പും ഉപ്പുമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നമുക്ക് 1/4 ഭാഗത്തോളം നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 ഭാഗത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് കിച്ചൺ ടിപ്പുകളും അതുപോലെ തന്നെ ക്ലീനിങ് ടിപ്പുകളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതുകൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/4 ഭാഗത്തോളം ഇതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഉപ്പും മുളകും ഒക്കെ സെറ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നെല്ലിക്ക 1-2 ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. എന്ത് നല്ല ഭംഗിയിലാണ് നമ്മുടെ അച്ചാർ കിട്ടിയിട്ടുള്ളതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അതുപോലെ തന്നെ വായിൽ കപ്പലൊടിക്കുന്ന അത്രയും വെള്ളം നമ്മുടെ വായിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ കമ്പനി ടേസ്റ്റിലുള്ള അച്ചാർ, മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന ടൈപ്പ് അച്ചാറാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഷ്ടമുള്ളവർ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.